നോക്കൂ, ഇസ്ലാമിന്റെ ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം. കാരണം ദീനിന്റെ പ്രമാണങ്ങൾ നമ്മൾ നോക്കിയാൽ രണ്ടു കൂട്ടരെയും പുകഴ്ത്തുന്ന വാക്കുകൾ കാണാം. രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന്, അവനവൻ്റെ കാര്യം നോക്കി ജനങ്ങളായിട്ടൊന്നും ഇടപെടാതെ അള്ളാഹിനെ സൂക്ഷിച്ച് ആളുകളുമായുള്ള ഇടപാട് പരമാവധി കുറച്ച് ജീവിക്കുന്ന ആളുകൾ. രണ്ട്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുന്ന ആളുകൾ. ഇതിലേതാണ് കൂടുതൽ നല്ലത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയൽ ഖഫി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരടിമയെ. എങ്ങനെയുള്ള അടിമയാണ്? തഖി, തഖ്വയുള്ളവൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ. അൽ ഗനി, അവനവന് വേണ്ടത് അവനവൻ്റെ കയ്യിലുണ്ട്, അവനവന് ആവശ്യത്തിന് വേണ്ടതൊക്കെ അവൻ്റെ കയ്യിലുണ്ട്, അവന് വേണ്ടുന്ന സമ്പത്ത് കയ്യിലുള്ളവൻ. അൽ ഖഫി, ഖഫി എന്ന് പറഞ്ഞാൽ ഞാൻ മറഞ്ഞിരിക്കുന്നവൻ, ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചല്ലാതെ ഒതുങ്ങി കഴിയുന്നവൻ. അങ്ങനെയുള്ള ഒരു അടിമയെ, അഥവാ തഖ്വയുള്ള, വെറുതെ ഒതുങ്ങി കഴിയല്ല, അള്ളാഹിനെ സൂക്ഷിച്ച് ഒതുങ്ങി കഴിയുന്നവനാണ്. അങ്ങനെയുള്ള അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടും. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അല്ലദീ യുഖാലിത്തുൽ മുസ്ലിമീൻ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുസ്ലിമി അല്ലദീ ലാ യുഖാലിത്തുൽ മുസ്ലിമീൻ വലാ യസ്ബിറു അലാ അദാഹും. മുസ്ലിമീങ്ങളുമായി കൂടിക്കലരുകയും, കൂടിക്കലരുമ്പോൾ സ്വാഭാവികമായി പൊട്ടലും ചീറ്റലുണ്ടാവും. അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ് മുസ്ലിമീങ്ങളുമായി കൂടിക്കലരാതെ അങ്ങനെ അത് മുഖേന ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകാതെ കഴിയുന്ന മുസ്ലിമിനേക്കാൾ നല്ലത്. ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. ജനങ്ങളുമായി കൂടിക്കലരുക, എന്നിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, എന്നാൽ മുസ്ലിമീങ്ങളുമായി കൂടിക്കലരുക, അതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന ഹദീസ്. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഇതിലേതാണ് ശ്രേഷ്ഠം? നോക്കൂ നിങ്ങൾ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് രണ്ടും മനോഹരമായി കൂട്ടിച്ചേർക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ രണ്ടിന്റെ നേരമുണ്ട്, രണ്ടിന്റെ സമയമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചോദിക്കുകയാണ് സ്വഹാബത്തിരിക്കുന്ന മജ്ലിസിൽ, നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരൻ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ. നിങ്ങളിൽ ആരാണ് ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദിച്ച സിഫത്തുകളിലെല്ലാം ഇന്ന് ഈ നന്മകളൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഓരോന്നിനും അബൂബക്കർ സിദ്ദീഖ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം ഒരാളിൽ ഒരുമിച്ച് ചേർന്ന് അയാൾ സ്വർഗ്ഗത്തിലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഈ ഉമ്മത്തിലെ നബി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ നോക്കൂ, അബൂബക്കർ നോമ്പുകാരനാണ്, അതോടൊപ്പം ഒരു സാധുവിനെ സഹായിച്ചിട്ടുണ്ട്, ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് ഈ ദീനിലെ ഏറ്റവും ഉന്നതമായ പദവി, ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുന്നതിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിച്ചു. ഓരോ ഖൈറിൽ നിന്നും അതിൻ്റെ ഓഹരി നേടിയെടുക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠം. എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവനവൻ്റെ കാര്യം നോക്കാൻ ഒരു നേരമില്ല. അവൻ്റെ ഖുശൂ, അവൻ റബ്ബുമായി ഒറ്റക്കാവുക, തൻ്റെ കാര്യം റബ്ബിനോട് ദുആ ചെയ്യുക, ഇബാദത്തുകൾ ശ്രദ്ധിക്കുക, ഇതിനൊന്നും നേരമില്ലാതെ ഒരാൾ എപ്പോഴും ജനങ്ങൾക്കിടയിലാണ്. അങ്ങനെയല്ല. അതുപോലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല, ഒരു ഖൈറിന് അയാൾ കിട്ടൂല, സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ ജീവിക്കാൻ, അതുമല്ല കൂടുതൽ ശ്രേഷ്ഠം. മറിച്ച് ഏറ്റവും ശ്രേഷ്ഠം രണ്ടിനും അതിൻ്റെതായ ഓഹരി നൽകുക എന്നതാണ്.